ബിഗ് ബോസിലെ ഏറ്റവും ഫേമസ് ആയ എല്ലാ സീസണുകളിലും മത്സരാർത്ഥികൾ പറയാറുള്ള നടപ്പിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി. വിജയ്ക്കും മുകളിലായി സീസൺ 1ന്റെ മുഖമാവാൻ പോലും പിന്നീട് സാധിച്ച പേളിമാണി ശ്രീനിഷ് എന്നിവരുടെ പേളിഷ് കോംബോയിൽ തുടങ്ങിയ ബിഗ് ബോസിലെ ലവ് സ്റ്റോറികൾ പിന്നീടുള്ള എല്ലാ സീസണുകളിലും ആവർത്തിച്ചിരുന്നു. ചിലത് വളരെ സ്വാഭാവികമായി ഉണ്ടായി വന്നപ്പോൾ മറ്റു ചിലത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം രൂപപ്പെട്ട കോംബോകളായി മാറി. മറ്റു ചിലത് വൺ സൈഡ് ലവ് മാത്രമായും ഒതുങ്ങി. പക്ഷേ പലപ്പോഴും സുജാൻഡ്രയും ദിൽറോബും ശ്രീജിനുമെല്ലാം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ സീസണിൽ പക്ഷേ അത്തരമൊരു ലവ് ട്രാക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്നത് വളരെ പ്രധാനമായിരുന്നു. ആര്യൻ, ജിസേൽ എന്നിവരുടെ സൗഹൃദത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചിലർ ലവ് ട്രാക്ക് എന്നൊക്കെ വിളിച്ചെങ്കിലും ആ കോംബോയും ഒരു ലവ് ട്രാക്കിലേക്ക് പോയിരുന്നില്ല. അങ്ങനെ ഒരു ലവ് കോംബോ പോലും ഇല്ലാതിരുന്ന ഈ സീസൺ അവസാനിക്കുമോ എന്ന ആശങ്കയിൽ ഇരുന്നവർക്ക് മുന്നിലേക്കാണ് ആ പ്രപ്പോസൽ വന്നു വീഴുന്നത്. അതെ, അനുമോളെ നമ്മുടെ അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്തിരുന്നു. ഷോ 90 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി ഒരു ലവ് ട്രാക്ക് രൂപം കൊണ്ടത്. പക്ഷെ എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം എന്നാണ് അനുമോളുടെയും അനീഷിന്റെയും ആരാധകരുടെ ചോദ്യം. അനീഷ് അവസാന നിമിഷം പടിക്കൽ കൊണ്ടുപോയി കലമുടക്കുകയാണോ, അതോ ലാസ്റ്റ് മിനിറ്റിലെ ഈ കളം മാറ്റി ചവിട്ടൽ അനീഷിന്റെ കൂർമ്മ ബുദ്ധിയാണോ? ഈ സീസണിന്റെ തുടക്കം മുതൽ വലിയ തോതിൽ സ്ക്രീൻ സ്പേസ് പിടിച്ചുപറ്റിയ ആളുകളാണ് അനുമോളും അനീഷും. ആദ്യ ആഴ്ചയിൽ അനീഷായിരുന്നു മേൽക്കൈയെങ്കിൽ രണ്ടാം ആഴ്ചയിൽ അത് അനുമോൾ കൊണ്ടുപോയി. രണ്ടു തരം ഗെയിമാണ് രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ കളിച്ചത് എങ്കിൽ പോലും അനീഷ് പുറത്തെടുക്കാൻ ശ്രമിച്ച് വേണ്ട രീതിയിൽ വിജയം കാണാത്ത സ്ട്രാറ്റജികൾ വളരെ വിജയകരമായി നടപ്പിലാക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇരുവരും നേർക്കുനേർ വന്നിട്ടുണ്ടെങ്കിൽ പോലും വീട്ടിലുള്ളവർ അനുമോളെ പൂർണ്ണമായും കോർണർ ചെയ്ത ഘട്ടങ്ങളിൽ അനുമോൾക്കെതിരെ തിരിയാത്ത ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു അനീഷ്. അനീഷിനെ സഹമത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്തപ്പോൾ അനുമോളും അവർക്കൊപ്പം നിന്നിരുന്നില്ല. പക്ഷേ ഇരുവർക്കുമിടയിൽ കൃത്യമായ ഒരു ബോണ്ട് ഉണ്ടാകുന്നത് പിന്നെയും ഏറെ കഴിഞ്ഞാണ്. വീട്ടിൽ ആരുമായും കാര്യമായ അടുപ്പം വെക്കാത്ത അനീഷ് അനുമോളുമായി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അനീഷുമായി അടുപ്പം പുലർത്തിയിരുന്ന സ്ത്രീ മത്സരാർത്ഥിയും അനുമോൾ മാത്രമായിരുന്നു. ഒരാഴ്ച മുമ്പ് വീട്ടിലുള്ളവർക്ക് നൽകിയ ഡെയിലി ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിൽ ആരോടെങ്കിലും ക്രഷ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള അനീഷിന്റെ മറുപടിയിൽ നിന്നാണ് കാര്യങ്ങൾ കുറെയൊക്കെ മാറി മറിഞ്ഞത്. കൂടാതെ കഴിഞ്ഞ ആഴ്ച അനുമോളും വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുമായി നടന്ന വലിയ പ്രശ്നത്തിൽ അനീഷ് അനുമോൾക്കൊപ്പം തന്നെ നിലകൊണ്ടു. അടുത്ത സുഹൃത്തുക്കളായ ആദില, നൂറ എന്നിവരുമായി അടക്കം തെറ്റിയ അനുമോളോട് ആ സമയത്ത് അടുപ്പം കാണിച്ചിരുന്ന ഒരേ ഒരാളും അനീഷ് മാത്രമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന അനുമോളോട് സംസാരിക്കുക, നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുക, അങ്ങനെ അനുവുമായി വലിയ അടുപ്പം ഈ സമയത്തു തന്നെയാണ് അനീഷ് ഉണ്ടാക്കുന്നതും. ഇതിന്റെ തുടർച്ച തന്നെയാണ് നമുക്ക് വിവാഹിതരായാലോ എന്ന അനീഷിന്റെ ചോദ്യവും. എന്നാൽ ആ വിവാഹാഭ്യർത്ഥന അനു നിരസിച്ചതോടെ അനീഷ് അവിടെ നിന്ന് ഒന്നും പറയാതെ പോവുകയാണ്. ഫിനാലയിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയുള്ള അനീഷിന്റെ ഈ പ്രണയാഭ്യർത്ഥന ഒരു സ്ട്രാറ്റജി മാത്രമാണോ എന്നാണ് പ്രധാന ചോദ്യം. അനു യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അത് അനീഷിന് ഗുണം ചെയ്യുന്ന കാര്യമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അങ്ങനെയല്ല, അത് അനു നോ പറയുമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രേക്ഷകരുടെ സിമ്പതി നേടാൻ ഇടയാക്കുന്ന അനീഷിന്റെ മൂവ് ആണെന്ന് പറയുന്നവരും കുറവല്ല. ഏതായാലും നിലവിലെ ചർച്ചകളെല്ലാം അനു അനീഷ് ബന്ധത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്.